ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയറിൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് വന്നിട്ട് നമുക്കൊരു പാർട്ടിക്ക് പോകുമ്പം ഉപയോഗിക്കാം. അതായത് റിസപ്ഷൻ ലുക്കിനും കൊള്ളാം. അതേമാതിരി ക്രിസ്ത്യൻ ബ്രൈഡ്സിനും ഇത് നല്ലതായിരിക്കും. അപ്പോൾ ക്രിസ്ത്യൻ ബ്രൈഡ്സിനാണെങ്കിൽ ആക്ച്വലി ആക്സസറീസ് അധികം വേണ്ട. ഞാനിന്ന് ഇവിടെ ഇങ്ങനത്തെ ഒരു ചെമ്പകത്തിൻ്റെ പൂ വരുന്ന മാതിരിയുള്ള കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ തൽക്കാലം ഇതാണ് എൻ്റെ ക്ലൈൻറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ഹെയറൊക്കെ നന്നായിട്ട് ചീകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കുക. അതായത് 3 സെക്ഷനായിട്ട് എടുത്തിട്ട് നമ്മൾ ഇന്നറിലൂടെ അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിപ്പോൾ നന്നായിട്ട് ചീകി സ്പ്രേ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ സ്പ്രേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്ത ഹെയർ പ്രിപ്പറേഷൻ പോകാണ്ടിരിക്കാനാണ്. അപ്പം ഞാനിപ്പോൾ എടുക്കുന്ന ഒരു അളവ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതായത് ഐബ്രോ ആർച്ചില്ലേ, ഈ ഐബ്രോയുടെ ആർച്ച്, ആ ആർച്ചിൽ നിന്ന് 2 സൈഡിൽ നിന്ന് ഞാൻ ഒരു പോർഷൻ എടുക്കുവാണ്. അതേ മാതിരി തന്നെയാണ് ഞാൻ ബാക്കിലും ഈ മിഡിൽ സെക്ഷനും കൂടെ ഇതിൽ കൂടെ ജോയിൻ ചെയ്യുകയാണ്. അതായത് 3 പോണി ടെയിലുകളാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടാണ് അതിലാണ് ഞാൻ ഈ ബണ്ണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ നടുവിലത്തെ പോർഷൻ ഞാൻ എടുത്തു, നന്നായിട്ട് കോംബ് ചെയ്തിട്ട് ഞാനിവിടെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുകയാണ്. അത് വളരെ ടൈറ്റായിട്ട് ഞാൻ കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് അകത്തൂടെ എടുത്തിട്ട് എനിക്കൊന്ന് ട്വിസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നടുവിലത്തെ പോർഷൻ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്യുവാണ്. എൻ്റെ വിരൽ വെച്ചിട്ട് തന്നെ ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പം ഞാൻ ചെയ്ത ഇതിനെ ഞാനിങ്ങനെ ചെയ്തു. കണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കൊരു ട്വിസ്റ്റിങ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ പോർഷൻ, അതായത് 3 പോർഷനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ആ 3 പോർഷനിൽ അടുത്ത പോർഷൻ എടുക്കുവാണ്. അത് നമുക്ക് നല്ലോണം ചീകിയിട്ട് ഇതേമാതിരി എപ്പോഴും റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണേൽ ഒരു 2ഓ 3ഓ ഒരുമിച്ചെടുക്കാം. എന്താണെന്നറിയോ, ഒരെണ്ണം അഥവാ പോയാലും നമുക്ക് മറ്റൊന്നിൻ്റെ ഹോൾഡ് കൊണ്ട് ആ മുടിയുടെ ഇതിന് ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ അത് ഞാനിവിടെ ഇങ്ങനെ എടുത്തു, നേരത്തെ ഞാൻ ചെയ്തത് മാതിരി. അതായത് മിഡിലേക്ക് ഞാൻ എൻ്റെ ഫിംഗർ ഇട്ടിട്ട് ഞാൻ അകത്തൂടെ ഇതിനെ വെളിയിലേക്ക് ട്വിസ്റ്റ് ചെയ്യണം. കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് നമുക്ക് ലൈൻസൊക്കെ കൊടുക്കാം, പക്ഷെ ഒന്നും കൊടുക്കാണ്ട് തന്നെ ഒരു നല്ലൊരു ഭംഗിയായില്ലേ. ഇനി അതേമാതിരി ഞാനിതിനെ ഈ സൈഡ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാറ്റി വയ്ക്കുന്നത്. എത്രത്തോളം ഇതിനോട് ക്ലോസ് ആയിട്ട് വരുന്ന മാതിരി വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഞാൻ കൊണ്ടുവന്നു. ഒരു ഹൈറ്റ് വന്നിട്ട് ഏകദേശം ഒരേ മാതിരി വരണം. വീണ്ടും അവിടെ ചെയ്ത അതേ ടെക്നിക്ക് തന്നെയാണ്. നമ്മളൊരു പോണി കെട്ടിയ ആ പോണി ഹോൾഡ് ചെയ്തതിന് ശേഷം മിഡിൽ പാർട്ടീഷനിലൂടെ നമ്മളതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇനി ഈ 3 പോർഷനും ഞാനിവിടെ ഒരുമിച്ചെടുത്തിട്ട് ഒന്ന് ചീകി ഇത് ഞാൻ വീണ്ടും ഒരു റബ്ബർ ബാൻഡ് ഹോൾഡിങ് തന്നെ കൊടുക്കാൻ പോവുകയാണ്. കൊടുത്ത് അതൊന്ന് ടൈറ്റാക്കി. ഇപ്പോൾ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
അപ്പോൾ വേണമെങ്കിൽ ഈ പോർഷൻ ഇവിടെ വെച്ച് അങ്ങ് നിർത്താം, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ ഈ 2 സൈഡിലേക്കും ഇത് വന്നു. ഇത് നമ്മൾ ലൈൻസ് എടുക്കുക. ലൈൻസ് എടുത്തിട്ട് ഇവിടെ നമ്മൾ ഗോൾഡൻ ത്രെഡ് കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്യുക. ഈ വരുന്ന പോർഷൻസ് നമുക്ക് കേളിംഗ് മെഷീനിൽ കേൾ ചെയ്തോ, അയൺ കേളിങ്ങോ അല്ല സ്ട്രൈറ്റനർ വെച്ചിട്ട് കേൾ വേണമെങ്കിൽ ചെയ്തിട്ട് ഇതിവിടെ വയ്ക്കാം. അപ്പോൾ അത് വന്നിട്ട് ഒരു ലെങ്തായ ഒരു ഹെയറിന് ചെയ്യുന്ന ഒരു കാര്യം. അതായത് നിങ്ങൾക്ക് ഒരേ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. എന്നിട്ട് അടുത്തത് പറഞ്ഞാൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതുമാതിരി ഒരു ചെറിയ എക്സ്റ്റൻഷൻ, അത് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അത് നമ്മുടെ ആ ഒരു നെറ്റ് ഓപ്പൺ ചെയ്ത ഇതാണ്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്നാലേ ഈ മുടി ഇതിൻ്റെ അകത്ത് ഹോൾഡിങ് ആവുള്ളൂ. അപ്പം ഞാനിത് ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്യുന്ന മാതിരി ഒന്ന് റാപ്പ് ചെയ്യുകയാണ്. ഇത് നമ്മളൊരു പിൻ വെച്ചിട്ട് ഞാനിത് അകത്തേക്ക് പിൻ ചെയ്തു. ക്ലയൻറ്റിന് പിൻ ചെയ്യുമ്പോൾ അവരുടെ തലയോട്ടിയിലോ ഒന്നും വരാത്ത മാതിരി വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇത് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം, മനസ്സിലായോ? അപ്പോൾ ഇത് ഇപ്പോൾ ലെങ്ത് ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിത് ചീകിയിട്ട് ഈ എൻഡ് പോർഷൻ നമ്മളൊരു ഹെയർ ബാൻഡ് തന്നെ കൊടുക്കുവാണ്. ഇതുമാതിരി കുഞ്ഞു മുടികളുണ്ടെങ്കിൽ നല്ലവണ്ണം ചീകി അതെല്ലാം ഉള്ളിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഇത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്യുവാണ്. കവർ ചെയ്തിട്ട് അതെല്ലാം പിൻ വെച്ച് ഹോൾഡ് ചെയ്യുക. ഈവനായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചീകിയും കൊടുക്കാം. ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തിലൂടെ നമ്മുടെ അകത്ത് വെച്ച ഡോണറ്റിൻ്റെ ഇത് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്ത് വേണം നമ്മൾ ചീകി വെക്കേണ്ടത്. അതിനുശേഷം ഷൈൻ സ്പ്രേ കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയിരിക്കുന്ന ഹെയർ ആണെങ്കിൽ ഷൈൻ സ്പ്രേ കൊടുക്കുമ്പോൾ ഒരു മോയ്സ്ചറൈസർ കിട്ടും അതിന്. ഇവിടെ നിങ്ങൾക്ക് പല മാതിരി ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ചെറിയ ബീഡ്സ് വേണമെങ്കിൽ വയ്ക്കാം. അതല്ല ഈ ചെറിയ ബേബി ബർത്ത് മാത്രമായിട്ടാണെങ്കിൽ ഒരു ബഞ്ചായിട്ട് ഒരു സൈഡിൽ മാത്രമായിട്ട് കൊടുക്കാം. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ബ്രൈഡ്സിന് നമ്മൾ മറ്റൊരു പൂവുകൾ അങ്ങനെയൊന്നും അവർക്ക് വയ്ക്കാറില്ല. അപ്പോൾ അതിന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ പറയുന്ന ബേബി ബർത്തോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പിന്നുകൾ കൊണ്ടോ നമുക്ക്, അതായത് മുത്തുകൾ മാതിരി എന്തെങ്കിലും, അതല്ല കുറച്ച് ഇതുമാതിരിയുള്ളതാണെങ്കിൽ ഇപ്പോൾ ഏത് കളർ ഡ്രസ്സെന്ന് വെച്ചാൽ അതനുസരിച്ച് പല കാര്യങ്ങളും മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ അത് കാരണം ഏത് നമ്മുടെ വരുന്ന ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്തോ, നീഡ് എന്തോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇതപ്പം ഫുള്ളായിട്ടല്ല ചെയ്യേണ്ട, ഒരു സൈഡിലേക്ക് മാത്രമായിട്ടാണ് നമ്മളിത് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇഷ്ടമായില്ലേ? വളരെ ഈസി അല്ലേ? ഏതൊരാളിനും ഇത് ചെയ്യാവുന്നതല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ?
അപ്പോൾ ഇനിയും ഇതുമാതിരി പുതിയ പുതിയ ഒത്തിരി ഹെയർ സ്റ്റൈൽസ് ഉണ്ട്. അതായത് ഹെയർ സ്റ്റൈൽസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കുഞ്ഞ് ടേംസിലൂടെ നമുക്ക് ഹെയർ പ്രിപ്പറേഷൻസിലാണ് പ്രധാനമായ കാര്യങ്ങൾ കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഹെയർ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു കുഞ്ഞായിട്ട് നമുക്കൊരു ഇതുണ്ടെങ്കിൽ, ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരെണ്ണവും കൂടെ ആഡ് ഓൺ ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണവും കൂടെ ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ ഹെയർ സ്റ്റൈലുകൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പുതിയ ഹെയർ സ്റ്റൈൽസിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അതും ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.